ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു പെസഹ വ്യാഴമൊക്കെ അല്ലേ, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ചുമ്മാ ഇരുന്ന സമയത്ത് ഉമ്മാടെ അടുക്കളത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നിൽക്കുന്നൊരു കാന്താരി തൈ, അതിൽ കുറച്ച് മൂപ്പത്തി കാന്താരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. എന്തായാലും നമുക്കിന്ന് മലപ്പുറത്തുകാരുടെ ഒരു താളിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ആയത് കാരണം എല്ലാവർക്കും ലീവാണ്. അപ്പോൾ അത് പൊട്ടിച്ചെടുത്തു. പിന്നെ തൊട്ടപ്പുറത്തൊരു വഴുതനച്ചെടി ഉണ്ട്. അപ്പോൾ അതിൽ 3 കായേ ഉള്ളൂ. ബാക്കി നമ്മൾ കഴിഞ്ഞ ആഴ്ച വിളവെടുത്തതാണ്. അപ്പോൾ ഇതൊന്നും കൂടെ മൂപ്പെത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പം നോക്കുന്നൊരു പ്ലാന്റാണ്. പിന്നെ തൊട്ടപ്പുറത്തൊരു ചൊരക്കാന്ന് പറയും, ഇവിടെ ചെരങ്ങാന്നും പറയും, അതിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ എന്തോ കായ് ശല്യം കൊണ്ടാന്ന് തോന്നുന്നു, എന്തോ കീടം കുത്തിയിട്ട് 1-2 കായ് കേടൊന്ന് പോയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഹെൽത്തി ആണെന്ന് തോന്നുന്നു, പക്ഷേ അതിലെന്തൊക്കെ ഒരു കുത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം ഫ്ലവർ ഉണ്ട്, അത്യാവശ്യം കാ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തോ ഒരു കീടശല്യമുണ്ട്. അത് പോകാനുള്ള എന്തെങ്കിലും റെമഡീസ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത്യാവശ്യം ഫ്ലവർ ഇങ്ങനെ ഇടയ്ക്കിടെ ഇട്ട് പോവും. അതുപോലെ തന്നെ എന്തോ ഒരു കീടം വന്നിട്ട് കുത്തിയിട്ട് അതെല്ലാം ഒരു കുത്തു പോലെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് ഇല്ലാതായി പോകുന്നു. ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ തൊട്ടപ്പുറത്തുണ്ടോ, ഇത് ഉമ്മ പച്ചക്കറി വെള്ളം ഒഴിവാക്കിയ സമയത്ത് മുളച്ച് വന്നൊരു മുളക് ചെടിയാണ്. അത്യാവശ്യം കാ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീക്ക് വിളവെടുത്തതാണ്. അപ്പോൾ ഇതിൽ മൂപ്പെത്തി 1-2 അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ കണ്ടില്ലേ, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം കായും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും പടുവോൾ മുളച്ചത് കൊണ്ടാണെന്ന്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കി തന്നെ കണ്ടോ ഒരു ചീരയുടെ തൈയുണ്ട്. അപ്പോൾ ഈ ചീരയുടെ ഇല പൊട്ടിച്ചതും നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത കാന്താരിയൊക്കെ ഇട്ടിട്ട് മലപ്പുറത്തുകാരുടെ തനത് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന്. പിന്നെ ഉണ്ടാവും തൊട്ടപ്പുറത്ത് നമ്മുടെ ചക്കരേങ്ങ്, മലപ്പുറത്തുകാരുടെ ചക്കരേങ്ങ്, മധുരക്കേങ്ങ്. പിന്നെ അതുണ്ടാവും, ഇത് അത്യാവശ്യം കാ തന്നൊരു കാന്താരി മുളകായിരുന്നു. നമ്മൾ ചീരാപറങ്ങി എന്ന് പറയുന്ന ചെറിയ ടൈപ്പ് കാന്താരിയാണ്. അത്യാവശ്യം കാ ഉണ്ടായിരുന്നു. വെയിലിൻ്റെ ചൂടാണെന്ന് വാടി നിൽക്കുക. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഹൈബ്രിഡ് വിത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അത്യാവശ്യം കാ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ ലെങ്ത്ത് വരും. ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ സന്തുകളിൽ കണ്ടില്ലേ ഒരു വയലറ്റ് കളറ്. പിന്നെ അതിൻ്റെ തൊട്ട് വേക്കിൽ കണ്ടോ ഒളിച്ച് നിൽക്കുന്ന 2 പയറ് തൈകൾ, അത് നമ്മൾ ഹൈബ്രിഡ് വിത്ത് വാങ്ങി മുളപ്പിച്ച കേട്ടോ. അത് അത്യാവശ്യം ഇവിടെ കാ പിടിക്കാറുണ്ട്. കണ്ടില്ലേ, എല്ലാ പ്ലാന്റ്സും ഹെൽത്തി ആയിട്ട് ഉമ്മാടെ ചെറിയൊരു അടുക്കളത്തോട്ടം.